നഴ്സിംഗ് പ്രവേശന പ്രതിസന്ധി അയയുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് GST വേണ്ടെന്ന നിലപാടിൽ ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പും. GST ഒഴിവാക്കാനുള്ള തീരുമാനം ആരോഗ്യവകുപ്പിന് ഒറ്റയ്ക്കെടുക്കാനാകില്ല. ധനമന്ത്രിയും മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം തീരുമാനമെടുക്കുമെന്നും മന്ത്രിയുടെ പ്രതികരണം അനുകൂലമെന്ന് നഴ്സിംഗ് കോളേജ് അസോസിയേഷൻ. 24-ന് നഴ്സിംഗ് കൌൺസിൽ ചേരും. ഏകജാലക പ്രവേശന സംവിധാനവുമായി സഹകരിക്കുമെന്ന് സൂചന നൽകി നഴ്സിംഗ് അസോസിയേഷൻ. വിവരങ്ങളുമായി അഷിൻ ഡയാഗോണ് ചേരുന്നത്. അഷിൻ, നഴ്സിംഗ് പ്രവേശനത്തിൽ ഒരു പ്രതിസന്ധിയിൽ ഒരു അയവ് വന്നിരിക്കുകയാണോ? എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയിൽ പ്രധാനമായും തീരുമാനമായിട്ടുള്ളത്? സംസ്ഥാനത്തെ നഴ്സിംഗ് പ്രവേശന പ്രതിസന്ധി ഏതാണ്ട് ഒഴിവാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നഴ്സിംഗ് കോളേജ് അസോസിയേഷനുമായി ഇന്ന് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ പലവിധ വിഷയങ്ങൾ ഈ അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചിരുന്നു. ഇത് മന്ത്രി അനുഭാവപൂർവ്വം കേട്ടു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന്, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് GST വേണ്ടെന്ന നിലപാടിലാണ് ആരോഗ്യമന്ത്രിയും ആരോഗ്യ വകുപ്പും ഉള്ളത്. ഈ GST ഒഴിവാക്കാനുള്ള തീരുമാനം പക്ഷേ ആരോഗ്യ വകുപ്പിന് ഒറ്റയ്ക്ക് എടുക്കാൻ കഴിയില്ല. അതിനു മുൻപ് മുഖ്യമന്ത്രിയുമായും അതുപോലെ തന്നെ ധനമന്ത്രിയുമായും ചർച്ച നടത്തേണ്ടതുണ്ട്. ഈ ചർച്ചയ്ക്ക് ശേഷം ഈ ഒരു തീരുമാനം കൈക്കൊള്ളാമെന്നും ആരോഗ്യമന്ത്രി ഇത്തരത്തിൽ ഭാരവാഹികളെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ മന്ത്രിയുടെ പ്രതികരണം അനുകൂലം എന്നാണ് ഈ നഴ്സിംഗ് കോളേജ് അസോസിയേഷൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. 24-ന് ഒരു നഴ്സിംഗ് കൗൺസിൽ യോഗം ചേരും. ഈ യോഗത്തിൽ മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. 28-ന് ഇത്തരത്തിൽ അസോസിയേഷന്റെ ഒരു മീറ്റിംഗ് കൂടി ഉണ്ടാകും. ഇതിന് ശേഷമായിരിക്കും കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാവുക. ഈ ഏകജാല സംവിധാനവും പ്രവേശന സംവിധാനവുമായി സഹകരിക്കാം എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ ഇവരുള്ളത്. എന്തായാലും ഈ ഒരു ചർച്ച ഏതാണ്ട് വിജയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൂടുതൽ തീരുമാനങ്ങൾക്കായി 28 വരെ കാത്തിരിക്കേണ്ടി വരും. ചർച്ച സമവായത്തിലായി എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു അല്ലേ? നഴ്സിംഗ് അസോസിയേഷനിലും ഇക്കാര്യങ്ങളിൽ പൂർണ്ണമായും തൃപ്തി അറിയിച്ചിട്ടുണ്ടോ?